പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കുഞ്ഞിൻ്റെ കാര്യത്തിലുള്ള പിടിവാശി പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്തായാലും കുഞ്ഞ് പിങ്കിയുടേതല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് വീട്ടിലുള്ള എല്ലാവരും. അതുകൊണ്ട് തന്നെ നീ ആ കുഞ്ഞിൻ്റെ മേൽ അവകാശം ഉന്നയിക്കുന്നത് ശരിയല്ല. ആ കുഞ്ഞ് നന്ദയുടെയും അതുപോലെ തന്നെ ഗൗതമിൻ്റെയുമാണ്. നീ ആ കാര്യം അംഗീകരിച്ചേ മതിയാകൂ. എന്തൊക്കെ സംഭവിച്ചാലും അത് മാറാൻ പോകുന്നില്ല. നിനക്ക് കുഞ്ഞിൻ്റെ മേൽ അവകാശമില്ല. ഇത് ഈ വീട്ടിലെ കാർന്നോര് തന്നെയാണ് പറയുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് പിങ്കി. ഇതോടെ പിങ്കി അങ്ങനെയാണ് എങ്കിൽ ഞാനും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് വീട്ടിലെ എല്ലാവരും ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് അവർ ഒരു നിമിഷത്തേക്ക് ഭയപ്പെടുകയും ഇതേ തുടർന്ന് തടയുന്നതിനായി മുന്നിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. ഈ കാര്യം കണ്ടതിനെ തുടർന്ന് നന്ദയുമാകെ തകർന്നു പോയിരിക്കുകയാണ്. ഒടുവിൽ പിങ്കിയോട് എടുത്തുചാടി ഒന്നും ചെയ്യരുത് എന്ന് വ്യക്തമാക്കുന്ന അവർ ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് കുഞ്ഞിനെ തൽക്കാലത്തേക്ക് പിങ്കിക്ക് കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷേ നന്ദ ഇതേ തുടർന്ന് ഗൗതമിനെ ചെന്ന് കാണുകയും ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ ശരിയാവുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമുക്ക് എത്രയും പെട്ടെന്നൊരു തീരുമാനമുണ്ടാക്കണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല. നിയമപരമായി നീങ്ങുക തന്നെ വേണമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അതിനുള്ള സഹായം നൽകാൻ ഗൗതമും തയ്യാറായിരിക്കുകയാണ്. ഇതോടെ പിങ്കിക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടിയേൽക്കുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.